വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിന്റെ ലോയാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിന്റെ ഹൈയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വൺ ഡേ ചാർട്ടിൽ സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടേക്ക് വരുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ തന്നെ നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് കൺസോൾട്ടേഷൻ നടന്ന ഒരു ഏരിയ ആണ്. പ്രീവിയസ് ഓൾ ടൈം ഹൈനെയാണ്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഡീപ്പ് പുൾ ബാക്ക് തന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുക. എന്തായാലും ഇത് ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. റെസിസ്റ്റൻസ് ഇപ്പോൾ പുതിയ ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയെ അതിന്റെ വിക്ക് ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള വലിയ റിജക്ഷൻ തന്നുകൊണ്ടാണ് വിക്കിനെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ക്യാൻഡലിന്റെ ലോയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് അതിനെ മാർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമായിരിക്കും. എന്തായാലും അത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. വലിയ ന്യൂസുകൾ വരുന്ന ദിവസമാണ്. അത് യൂറോയിൽ വരുന്നുണ്ട്, GBP വരുന്നുണ്ട്, USD വരുന്നുണ്ട്. തൽക്കാലം യൂറോയിലും GBP വരുന്നതിനെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയം നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. 12:45 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മുതൽ 2 മണി വരെ ന്യൂസ് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരുപക്ഷെ ന്യൂസ് വരുന്ന സമയത്ത് സിംഗിൾ ക്യാൻഡിൽ മൂവ്മെന്റ് തരാനുള്ള സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്തായാലും ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പൊ എല്ലാവരും ന്യൂസ് നോക്കുക. വരുന്ന സമയത്ത് ന്യൂസ് സൈറ്റിൽ കയറിയിട്ട് അതിന്റെ ഇമ്പാക്റ്റ് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഗോൾഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് വരുന്നത് 6 മണിക്കാണ്. വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. 6 മണിക്ക് വരുന്നുണ്ട്. പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 227 ആയിരുന്നു. പക്ഷെ ഫോർകാസ്റ്റ് വരുന്നത് 232K ആണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് ഫോർകാസ്റ്റ് വരുന്നത്. അപ്പോൾ കറൻസിക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് അല്ല വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് കൂടി നോക്കിയതിന് ശേഷം അത് പറയാം. യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് അല്ല വന്നിരിക്കുന്നത്. ഫോർകാസ്റ്റിന്റെ കാര്യമാണ് മാത്രമാണ് പറയുന്നത്. ലൈവ് മാർക്കറ്റിൽ ചിലപ്പോൾ ഫേവറബിൾ ആയിട്ടായിരിക്കും വരിക. ഇനി ഫേവറബിൾ ആവണമെങ്കിൽ തന്നെ 227K അതിന് താഴെയോ ആയാൽ മാത്രമാണ് കറൻസിക്ക് ഫേവറബിൾ ആവുള്ളൂ. ഫോർകാസ്റ്റിനേക്കാളും താഴെ വന്നാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 232 നിന്ന് 231 230 വന്നാൽ പോലും കാര്യമായിട്ടുള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കില്ല. അതായത് USD ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒരു ചെറിയൊരു മൊമെന്റ് മുകളിലോട്ടേക്ക് തരും. തന്നതിന് ശേഷം താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടു തന്നെ എടുക്കണം. കാരണം ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ്, നല്ല വളറ്റൈലുള്ള സമയമാണ്. എസ്പെഷ്യലി ഇന്ന് മാർക്കറ്റിൽ മുഴുവൻ ന്യൂസ് ഉള്ള സമയമാണ്. അപ്പോൾ നോക്കി കണ്ടു ട്രേഡ് എടുക്കുക. ഒരുപക്ഷെ മാർക്കറ്റ് ഫേവറബിൾ ആയുള്ള ഒരു പൊസിഷനിലേക്ക്, അതായത് ഒരു വൺ സൈഡ് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള ന്യൂസും കൂടിയാണത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കുക. ഇനി അടുത്ത ന്യൂസിലോട്ട് പോവാം. അടുത്ത ന്യൂസ് വരുന്നത് ഫ്ലാഷ് മാനുഫാക്ചറിങ് PMAയും അതുപോലെ ഫ്ലാഷ് സർവീസ് PMA ആണ്. അൺഎംപ്ലോയ്മെന്റിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളതല്ല. എന്നാൽ പോലും USD വരുന്ന ന്യൂസ് ആയതുകൊണ്ട് ഗോൾഡിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. വലിയ ഹൈ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ പോലും ചെറിയ ഇമ്പാക്റ്റ് എങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതും പ്രീവിയസ് വന്നിരിക്കുന്ന ഫ്ലാഷ് മാനുഫാക്ചറിങ് PMA വന്നിരിക്കുന്നത് 49.6, ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 49.5 ആണ്. അപ്പോൾ പ്രീവിയസിനേക്കാളും കുറച്ച് താഴെയാണ് വന്നിരിക്കുന്നത്. 0.1 താഴെയാണ് വന്നിരിക്കുന്നത്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. പക്ഷെ ഇത് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാളും ചെറിയൊരു പോയിന്റ് താഴെയാണ്. ഇനി ഫ്ലാഷ് സർവീസ് PMA കൂടി നോക്കാം. ഫ്ലാഷ് സർവീസ് PMAയിലും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെയും വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ 55.0, ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 54.0 ആണ്. അതായത് മൊത്തത്തിൽ ഇന്ന് വരുന്ന ഇമ്പാക്ട്ഫുൾ ന്യൂസസ് എല്ലാം USDക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് അല്ല. പക്ഷെ ഇത് ഫോർകാസ്റ്റ് മാത്രമാണ്. റിയൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കി തന്നെ ട്രേഡ് എടുക്കണം. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം.
ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒരു നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത് ഏത് ഏരിയ വരെ വരും അല്ലെങ്കിൽ എവിടം വരെ വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഹവറിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ഒരു സപ്പോർട്ടിന്റെ കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്, ഒരു റെഡ് ആക്കി ഇടുന്നുണ്ട്. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഡേയിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രൈസ് ആക്ഷൻ തന്നു. ഇവിടെ കുറച്ച് നേരം ഒന്ന് മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് തന്നു. ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നതിൽ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ റെസ്റ്റ് കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മുകളിലോട്ട് പോയതിന് ശേഷം സ്ട്രോങ് ആയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ആണ് ഇപ്പോൾ അടുത്ത ഏരിയ റെസ്റ്റ് ചെയ്യുന്ന ഏരിയ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് വരും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കാൻ തന്നെ ആയിരിക്കാം. കാരണം ഈ റെസ്റ്റ് ചെയ്യുന്നതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ചെയ്തിരുന്ന സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഒന്നല്ലെങ്കിൽ ഈ റെഡ് ലൈനിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങുന്നതിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. ഇന്നലെ നമ്മൾ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു റിയാക്ഷൻ കിട്ടി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. അവിടുന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത, റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതും ഇതിന്റെ ലോയും കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞ പോലെ ഇവിടെ ഡേയുടെ ഒരു ഇംബാലൻസ് ബാക്കിയുണ്ട്. അത് ഞാൻ 4 ഹവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി 4 ഹവറിൽ വരയ്ക്കാനുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇന്നലെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇനി വരയ്ക്കാനുള്ള റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡേയിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഹവറിലേക്കും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ്, നോക്കിയാൽ കാണാം. ആ ഒരു ഏരിയനെ നമ്മൾ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബോക്സ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നു. ഇനി ഇതിൽ കാര്യമായിട്ടുള്ള ഇംബാലൻസുകളോ മറ്റൊന്നുമില്ല. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിലെ വിക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്കിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോയി കുറച്ചും കൂടി കാര്യമായിട്ടുള്ള അനാലിസിസിലേക്ക് നോക്കാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ തരുന്നത് മാർക്കറ്റിന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് തന്നെയാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ നടത്തിയതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു ഏരിയ ഇതായിരുന്നു. ആ ഏരിയയിലേക്ക് മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്നു, താഴോട്ടേക്ക് വന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലോട്ട് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് താഴോട്ടേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കാര്യമായിട്ടുള്ള സപ്പോർട്ട് എടുക്കണം. അപ്പോൾ മാർക്കറ്റ് പ്രോബബിളി ഇങ്ങോട്ട് നേരത്തെ വരച്ചിരിക്കുന്ന ഒരു 4 ഹവറിന്റെ അതുപോലെ ഡേയുടെ ഒക്കെ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം പെട്ടെന്ന് താഴോട്ടേക്ക് ഒരു വലിയൊരു മൂവ്മെന്റ് കിട്ടും എന്നുള്ള എക്സ്പെക്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയ താഴെ കിടക്കുന്നുണ്ട്. അതും കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു താഴോട്ടേക്ക് ഒരു വലിയൊരു മൂവ്മെന്റ് കിട്ടും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. അതിനാദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ഇതെല്ലാം അടുത്തടുത്ത ഏരിയ ആണ്. ഇപ്പോൾ ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇന്നലെ അവിടെ വന്നിട്ട് മാർക്കറ്റ് എടുത്ത് കൃത്യമായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇനി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 4 ഹവറിൽ മാർക്ക് ചെയ്തത് തന്നെയാണ്. പിന്നെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു ക്യാൻഡലിന്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നത്. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ്. നമുക്കൊരു എൻട്രി ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ്, ഇതിലേക്ക് വെക്കുന്നുണ്ട്. എൻട്രി ഭാഗത്തിനായതുകൊണ്ട് യൂഷ്വലി ഉപയോഗിക്കുന്ന കളറല്ല, മറ്റൊരു കളറിലേക്കാണ് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു വിക്കിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വിക്കിന് സൂക്ഷിക്കേണ്ട ഒരു ഏരിയയും കൂടി ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ കൂടി നോക്കുക. ഒരു പക്ഷേ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അതൊരു ഉറപ്പില്ലാത്ത ഇതാണ്. എന്നാൽ പോലും ഞാനതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ചില റിയാക്ഷനോ മറ്റോ ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിക്കിൻ്റെ ഈ ഏരിയയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. 1 ഹവറിലൊരു ഈ റെഡ് ലൈൻ ആദ്യമേ വരച്ച സമയത്ത് പറഞ്ഞിരുന്നു അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോൾ 1 ഹവറിൽ ക്ലിയർ ആവുന്നുണ്ട്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് റെസ്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, പല തവണ വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്നു, ഇത് വീണ്ടും ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്.
പിന്നെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. ഒരു പക്ഷേ ഇവിടെ റീടെസ്റ്റ് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് വരാനുണ്ട്. കാരണം റീടെസ്റ്റ് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ 1, 2, 3, 4 തവണ മാർക്കറ്റ് അതിൽ 4 തവണ മേജറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ഇഷ്ടം പോലെ കൂടുതൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന ഏരിയ 2500 അടുപ്പിച്ച് നിൽക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ 2500 മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജിക്കലി ഒരു നല്ലൊരു ഫിഗറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലേക്ക് അതുകൊണ്ടാണ് പലതവണ റീടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള അനാലിസിസ് നടത്താം. ഇതിന് മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് 1 ഹവറിൽ ക്ലിയർ ആയിട്ടുള്ള എൻട്രി പോയിന്റുകൾ വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് വരുന്ന സമയം, അതായത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ ക്ലിയർ ആയിട്ടുള്ള എൻട്രി പോയിന്റ് വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്യുക. അവിടെ വന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന റിയാക്ഷൻ അനുസരിച്ച് ട്രേഡ് എടുക്കുക. 15 മിനിറ്റ്സിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എൻട്രി ഇല്ല, എൻട്രി മിസ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്നാലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുത്തിട്ട് സെൽ എൻട്രിക്ക് നോക്കാവുന്നതാണ്. പക്ഷെ വല്ലാണ്ട് താഴെ പോയിട്ടാണ് എടുക്കരുത്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഇന്നലത്തെ ലോയുടെ ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഏറെക്കുറെ ഒരു 170ഓളം പിപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ അത് അതിലേക്ക് റീടെസ്റ്റ് വരണം. റീടെസ്റ്റ് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റെഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ റീടെസ്റ്റ് വരുന്നതിൻ്റെ പാറ്റേൺ കൂടി നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോയി വീണ്ടും ഈ ഒരു ഗ്രീൻ ലൈനും കൂടി ബ്രേക്ക് ചെയ്യണം. ഇടയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് തടസ്സങ്ങളുണ്ട്. അപ്പോൾ നോക്കി കണ്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഏരിയയിൽ നിന്ന് തന്നെ ബൈ എൻട്രി വെക്കണം. അപ്പോൾ ഇന്നലെ ഓൾറെഡി ഈ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. രണ്ടാമത് ബൈ എൻട്രി വരുന്നത് ഈ ഒരു റെഡിലേക്കാണ്. റെഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ കിട്ടി. മുകളിലോട്ട് കയറി പോകണം. മുകളിലോട്ട് കയറിപ്പോയി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വീണ്ടും താഴോട്ടേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ബൈ, അല്ലാണ്ട് ഡയറക്റ്റ് എടുക്കരുത്. ഇനി അങ്ങനെ എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാം. ഇനി താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു ബൈ എൻട്രി നോക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു ഏരിയ തന്നെയാണ്, ഇംബാലൻസിന്റെ ഏരിയ ആണ്. ഡേയിലും 4 ഹവറിലും കിടക്കുന്ന ഇംബാലൻസിന്റെ ഏരിയ ആണ്. കുറച്ചും കൂടി റിഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് നല്ല അടിപൊളി എൻട്രീസ് കാണുന്നുണ്ട്. എനിവേ എന്തായാലും മാർക്കറ്റ് വന്ന് നല്ലൊരു എൻട്രി കിട്ടുന്ന ഏരിയാസ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിടാം. ഇതൊരു നല്ല എൻട്രി കിട്ടുന്ന ഏരിയ ആണ്. നോക്കുക, ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഇതും കൂടി ഉൾപ്പെടും. പിന്നെ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഇതും കൂടി ഉൾപ്പെടും എന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്ന ഏരിയ ഉണ്ട്. ഇവിടെ നല്ലൊരു എൻട്രി കിട്ടുന്ന ഏരിയ ആണ്. പക്ഷെ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക്സ് പാറ്റേൺ കാണണം. പിന്നെ അത് മാത്രമല്ല സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഇനി ഇതിനും താഴെ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബൈ എൻട്രി ഉണ്ട്. പക്ഷെ എനിക്ക് അതിലൊരു കോൺഫിഡൻസ് കുറവുള്ള ബൈ എൻട്രി ആണ്. ചിലപ്പോൾ ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് എടുത്തു പോകാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിക്ക് വലിയൊരു ക്യാൻഡിൽ വന്ന വിക്ക് ക്യാൻഡിലുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഇറങ്ങാം. അതായത് കുറച്ച് ഏരിയ ഒന്ന് വലുതാക്കി ഇടുന്നുണ്ട്. ഇത്രയും ബൈ എൻട്രിക്ക് സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷെ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷേ വീക്ക്നെസ് കാണിച്ചേക്കാം. അതായത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണിച്ചേക്കാം. എന്തായാലും അത് ക്യാൻഡിൽ പാറ്റേൺസ് നോക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ റിയാക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ തന്നതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രേഡ് റൂട്ടിനെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ട്രേഡ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് വരുന്ന ദിവസമാണ്. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ലോസും വരുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. ക്യാപിറ്റലൊന്നും നഷ്ടപ്പെടുത്താതെ നന്നായി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.